ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേരുടെ ഹൃദയത്തിൽ യേശുവിനെ ആത്മാർത്ഥമായി രക്ഷിതാവും കർത്താവുമായി ആരാധിക്കുന്നുണ്ട്? യേശുവിനെ കുറിച്ച് ആത്മാർത്ഥമായി ദൈവം വെളിപ്പെടുത്തൽ എത്ര പേര് സ്വീകരിച്ചിട്ടുണ്ട്? യേശു എൻ്റെ രക്ഷയാണെന്നും യേശു ലോകത്തിനും എനിക്കും ഈ കാലഘട്ടത്തിനും രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നൽകിയിരിക്കുന്നതാണെന്നും അറിഞ്ഞ് യേശുവിനെ ഹൃദയം കൊണ്ട് ആരാധിച്ച് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നീങ്ങാൻ വേണ്ടി ആത്മീയ ഉണർവ് പ്രാപിച്ച് എത്ര പേര് ഇതിനകത്തിരിക്കുന്നുണ്ട്? ചുരുക്കം 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 പേര്. എന്താ കാരണം? നമ്മളതിനെക്കുറിച്ച് കെയർ എടുക്കുന്നില്ല, ശ്രദ്ധ എടുക്കുന്നില്ല. ഐ ഡോണ്ട് കെയർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യനാശം ശിക്ഷയായി അനുഭവിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തിരസ്കരിക്കപ്പെടുമെന്ന് വിശുദ്ധ ലിഖിതത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സ്ലീഹന്മാർ മാത്രം പറഞ്ഞതല്ല, നമ്മുടെ എല്ലാവരുടെ രക്ഷയാഗ്രഹിക്കുന്ന യേശു ക്രിസ്തു തന്നെ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം. യോഹന്നാൻ 17:3. ഏക സത്യദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഏക സത്യദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവും നമ്മുടെ നിത്യജീവനും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ യേശുവിനെ അറിയാത്തവര് നിത്യജീവന്റെ ആ ഒരു അനുഭവം ഇല്ലാതെ അരക്ഷിതാവസ്ഥയിലിരിക്കുന്നു. ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. ഈ അറിയുക എന്നുള്ളത് തന്നെ ഇത് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്നത് പോലെയുള്ളൊരു അറിവല്ല. പാഠപുസ്തകത്തിൽ പുസ്തകങ്ങൾ വായിച്ച് ബൈഹാർട്ട് ചെയ്യുന്ന പോലെ അല്ല യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ. യേശു ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ദൈവവുമായുള്ള ഐക്യത്തിൽ ആ വ്യക്തിയെ സ്വന്തമാക്കുന്ന പ്രക്രിയയാണ്. ഹല്ലേലൂയ.